കള്ളക്കടൽ പ്രതിഭാസത്തിൽ ദുരിതത്തിലായി കൊല്ലം തീരം. മുണ്ടയ്ക്കൽ മുതൽ താന്നി വരെയുള്ള തീരത്തെ നിരവധി വീടുകൾ കടലെടുത്തു. കളക്ടറുമായുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ നാട്ടുകാർ തെരുവിലിറങ്ങി പ്രതിഷേധം കടുപ്പിച്ചു. വീടും കിടപ്പാടവുമെല്ലാം നഷ്ടപ്പെട്ട നാട്ടുകാർ തങ്ങളുടെ ആശങ്കകൾക്ക് സർക്കാരും ജനപ്രതിനിധികളും ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാരോപിച്ച മുണ്ടയ്ക്കൽ ഇരവിപുരം തീരദേശ റോഡ് രാവിലെ ഉപരോധിച്ചു. ഉച്ചയ്ക്ക് ശേഷം പ്രതിഷേധവുമായി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർ തെരുവിലിറങ്ങി. എത്ര മാസമായി ഇവിടെ കണ്ടിട്ട് ഒരു എംഎൽഎ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതിനകത്ത് കേറിയിട്ടുണ്ടോ? ഇവിടെ പീറകളാ. ഈ പീറകൾ അവരെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചില്ലേ? ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. കടലടിയുടെ സൗണ്ട് കേട്ടു പേടിച്ച് വിറച്ചാന്ന് എല്ലാവരും ഇരിക്കുന്നത്. കിഴക്ക് വീടുകൾ പോയി, ഇങ്ങോട്ട് തെങ്ങും മരങ്ങളും എല്ലാമാണ് നശിച്ചോണ്ടിരിക്കുന്നത്. 3 മാസം കൊണ്ട് മനുഷ്യൻ ഇതിനു വേണ്ടി കടന്ന് കഷ്ടപ്പെടുക. രാവിലെ റോഡിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. വിവരമറിഞ്ഞ് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആദ്യം സ്ഥലത്തെത്തി. സമരക്കാർക്ക് അവരുടെ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പിന്റെ മന്ത്രിയുമായി വീഡിയോ കോളിൽ സംസാരിക്കാനുള്ള അവസരമൊരുക്കുമെന്ന് വാക്കു നൽകി. തൊട്ടുപിന്നാലെ സ്ഥലം MP-യും UDF സ്ഥാനാർത്ഥിയുമായ NK പ്രേമചന്ദ്രൻ എത്തിയതോടെ പ്രതിഷേധക്കാർ അവരുടെ ദുരിതങ്ങളുടെ കെട്ടഴിച്ചു. അതിൽ പ്രതിഷേധവും സങ്കടവും നിറഞ്ഞു. ഒന്നരയ്ക്ക് ഭയങ്കരമായ കടലേറ്റം ഉണ്ടായി. ഞങ്ങളെല്ലാം ഭയന്നു പോയി. 1:30 ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ മാറുകയും ചെയ്തു. അസിസ്റ്റന്റ് കളക്ടർ മുകുന്ദ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി. തുടർന്ന് മത്സ്യത്തൊഴിലാളികളുമായി കളക്ടറുടെ ചേംബറിൽ ചർച്ച നടത്തി. 3 ദിവസത്തെ സമയം കളക്ടർ ആവശ്യപ്പെട്ടു. എന്നാൽ ശാശ്വത പരിഹാരം ഉടനെ വേണമെന്നാവശ്യപ്പെട്ട് ഉച്ചയ്ക്ക് ശേഷം നാട്ടുകാർ കൊല്ലം ബീച്ച് റോഡ് ഉപരോധിച്ചു. വൈകിട്ട് കളക്ടർ വരാതായതോടെ നാട്ടുകാർ ബീച്ചിലേക്കുള്ള ഏക പാലവും ഉപരോധിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടർ, കൊല്ലം.